விண்ணோடும் மண்ணோடும் வாழும் பெருஞ்சல் மனதோறும் கண்பட்டு நூல் விட்டு போகும் என ஏதோ എന്റെ പാട്ടിന് ശ്രീരാമ കമന്റ് ഇട്ടുണ്ട്. മധുപോലെ പെയ്ത മഴയെ മനസാകെ അഴകായി നനയേ ഇണയായ ശലഭം പോലെ. നമ്മൾ കണ്ണടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചില പോർഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഒറിജിനൽ ഓഡിയോ പോലെ തന്നെ ഇരിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് പറഞ്ഞത് അമ്മയാണ്. ഇത് ശ്രീരാമന്റെ സോങ്സ് എടുക്കാൻ വേണ്ടി അമ്മയാണ് ആദ്യം പറഞ്ഞത്. കണ്ണാനെ കണ്ണേ കണ്ണാനെ കണ്ണേ എൻ മീതെ സായവാ, പൊന്നാന നെഞ്ചை പൊന്നാന കയ്യാൽ പൂ പോലെ നീവാവാ, നീ തൂങ്ങുമ്പോது ഉന്നറ്റി மீது മുത്തങ്ങൾ வைக்கணும், போர்வைகள் போர்த்தி போகாமல் தாழ்த்தி நான் காவல் காக்கணும், எல்லோரும் தூங்கும் நேரம் நானும் நீயும் மௌனத்தில் பேசணும். സിദ് ശ്രീറാമിന്റെ അതേ വോയിസിൽ പാട്ട് പാടുന്ന ഒരു പയ്യനെ സോഷ്യൽ മീഡിയ മുഴുവൻ തിരഞ്ഞിരുന്നു. ഇപ്പൊ നമുക്ക് ആളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ആരോപൽ നമസ്കാരം. നമസ്കാരം. സുഖായിരിക്കുന്നോ? കുഴപ്പമില്ലാതിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഒരു വൈറലായിട്ടുള്ള വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. സന്തോഷം തോന്നുന്നുണ്ടോ? ഓ ഭയങ്കരമായിട്ട്. ആളുകളൊക്കെ എന്ത് പറഞ്ഞു? എന്താ പറയാ, പാട്ട് നന്നായിട്ടുണ്ട്, നല്ലതാണ്, എന്താ പറയാ, നല്ല നല്ല കാര്യങ്ങൾ തന്നെ എല്ലാരും പറയും. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ? ഓക്കെ. മധുപോലെ പെയ്ത മഴയെ മനസാകെ അഴകായി നനയേ ഇണയായ ശലഭം പോലെ, ഇണയായ ശലഭം പോലെ നീയും ഞാനും വിദൂരം മാഞ്ഞുവോ, ഹൃദയം പാടിയോ ആദരം എന്തിനോ മധുരം തേടിയോ. ഞാൻ കേട്ടിരുന്നു പോയി, നിർത്തല്ലേ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ചില ഭയങ്കര രസമാണ് നീ പാടുന്നത്. നീ വിളിക്കുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. ആരോമന് പാടുന്ന കേൾക്കാൻ ഭയങ്കര രസമാണ്, ഭയങ്കര സുഖമാണ്. ആരെങ്കിലും ഒക്കെ ഈ കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നല്ല രസമുണ്ട്, പാട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ? ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് പറഞ്ഞത് അമ്മയാണ്. ഇത് ശ്രീരാമന്റെ സോങ്സ് എടുക്കാൻ വേണ്ടി അമ്മയാണ് ആദ്യം പറഞ്ഞത്. ഞാൻ പാട്ട് പാടുമ്പോൾ അമ്മ ആദ്യം പറയും, ഈ പാട്ട് പാടുമ്പോൾ അയാളെ സൗണ്ട് പോലെ ഉണ്ട്, അയാളെ സൗണ്ട്. ഞാൻ ആരെ അപ്പോൾ എന്നോട് നീരുന്നാലൊക്കെ പാടിയ ഒരാളല്ല സിദ് ശ്രീരാം. ആളെ സൗണ്ടായിട്ട് സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ എന്ത് സോങ് എടുത്താൽ നന്നായിരിക്കും അമ്മയാണ് ഫസ്റ്റ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇതിലാണ് പിന്നെ എടുക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ഈ സോങ്സ്, ഇങ്ങനത്തെ ഒരു ടൈപ്പ് സോങ്സ് എടുക്കാൻ തുടങ്ങിയത്. ഇങ്ങനത്തെ ഒരു ജോണറിലുള്ള സോങ്സ് പാടുന്നതാണോ ഇഷ്ടം, അതോ ഫാസ്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സോങ്സ് ഒക്കെ പാടാറുണ്ടോ? എല്ലാം പാടും. ആള് ബാൻഡൊക്കെ ഉണ്ട് അല്ലേ? ബാൻഡിന്റെ പേര് പറയൂ. പത്തര. എങ്ങനെ പോണു ബാൻഡും പരിപാടികളൊക്കെ? കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോണു. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പരിപാടി കിട്ടും. അപ്പൊ ഈ അതിന്റെ ഇടയിൽ ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ഏതാ പഠിക്കുന്നത്, എന്താ പഠിക്കുന്നത്? ഞാൻ BA മ്യൂസിക് ആണ് പഠിക്കുന്നത്, ചിറ്റൂർ കോളേജിൽ, പാലക്കാട്. ഇപ്പൊ ഫൈനൽ ഇയർ ആണ്. ഇത് ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറുതായിട്ട്, അങ്ങനെയല്ല, പ്രോഗ്രാംസ് ഇടയിൽ വന്നു കഴിഞ്ഞാല് ചെറിയൊരു ഇതാണ്. പക്ഷെ മാക്സിമം പ്രോഗ്രാംസ് ക്ലാസ്സില്ലാത്ത ദിവസത്തെ നോക്കിയെടുക്കാറാണ്. അതിനു വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് അല്ലെ? എനിക്ക് എന്നോട് നീ എന്താൽ അതും കൂടി ഒന്ന് കേൾക്കാവോ? കേൾക്കാൻ പറ്റുമോ? അതൊക്കെ കേൾക്കാവോ? എന്നോട് നീരുതാ ഉയിരോട് നാനിരുപ്പേൻ, എന്നോട് நீருந்தால் உயிரோடு நான் இருப்பேன்,
ஓ என்னை நான் யாரென்று சொன்னாலும் புரியாத என் காதல் நீ என்று யாருக்கும் தெரியாத நீ கேட்டால் உலகத்தை நான் வாங்கி தருவேனே நீ இல்லா உலகத்தை நான் வாழ மாட்டேனே என்னோடு നീ ഇരുന്നാൽ. അടിപൊളി. ഗേൾസ് ഫാൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ, പറയൂ കേക്കട്ടെ കഥകൾ. ഇല്ല അങ്ങനെ പറയാൻ ഇല്ല അങ്ങനെയൊന്നുമില്ല, പറ കേക്കട്ടെ. അല്ല ഫാൻസ് എങ്ങനെയാ ഗേൾസ് ഒക്കെ പറയാറുണ്ടോ നല്ല രസമുള്ള വോയിസ് ആണ്? അത് ഇഷ്ടംപോലെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മെസ്സേജ് ആയിട്ടും അല്ല നേരിട്ടാണെങ്കിൽ പ്രോഗ്രാംസിന് പോകുമ്പോഴാണെങ്കിലും അങ്ങനെ നേരിട്ട് വന്ന് നേരിട്ട് തന്നെ പറയാറുണ്ട് കൂടുതൽ. ചില ആൾക്കാര് ചെറുതായിട്ട് ഇല്ല എന്നാലും അവര് വരും കുറച്ചും കൂടി കഴിയുമ്പോൾ വന്നിട്ട് പാട്ട് നൈസാണ്, അടിപൊളിയാണ് പാട്ട്. ഈ ബാൻഡ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പ്രോഗ്രാംസിനൊക്കെ വരാറുണ്ടോ? അത് ഞാൻ കുറച്ച് പ്രോഗ്രാംസിന് പോയ ടൈമിലുണ്ടായിരുന്നു, ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണാനായിട്ട് കുറച്ച് പിള്ളേര് മൊത്തത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ഞാൻ ആകെ പോയി, കാരണം അത്ര ആൾക്കാർ കാണാൻ വരുന്ന വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെ സംഭവം ഉള്ളത്. അത്ര ആൾക്കാർ ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അത്ര ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോ ഹാപ്പി സന്തോഷം വന്നു. എങ്ങനെ ഏത് വീഡിയോ ഫസ്റ്റ് ഇട്ടപ്പോഴാ ഭയങ്കര വൈറലാവാൻ തുടങ്ങിയത്, ഒരു അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ കേറാൻ തുടങ്ങിയത് ഏത് വീഡിയോ ഇട്ടപ്പോഴാ? ഞാനത് അവൾ സോങ് ഇല്ലേ, പട പടക്കൂ കണ്ണാൽ, ആ സോങ് ഇട്ടപ്പോഴാണ്, അതാണ് എന്റെ ഫസ്റ്റ് 1 മില്യൺ റീച്ച് ആയ സോങ്. അതിട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഫെബിൻ എന്നൊരു സിംഗർ അറിയോ? ഫെബിൻ ഞങ്ങൾ കോളേജിൽ തന്നെയാണ് ആള്, അത്യാവശ്യം വൈറലായിട്ടുള്ള സിംഗർ തന്നെയാണ് ആള്. പോറോ എന്നൊരു സോങ് ഇട്ടു, പോറവേ ഈ സോങ് ഇട്ടപ്പോൾ ഞാനത് എനിക്ക് നല്ല ഇഷ്ടമുള്ള സോങ്, അപ്പോൾ അത് ഞാൻ ഇഷ്ടമായിട്ട് ഞാൻ പാടി. എന്താവുന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഒരു പാട്ടിട്ടാണ്. അപ്പൊ തന്നെ കോളേജിൽ എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട്, ഇത് കത്തും, ഇത് കയറും എന്നൊക്കെ പറഞ്ഞ് നല്ലതായിരുന്നു. അപ്പൊ ഞാൻ വലിയ ആയിക്കോട്ടെ ശരി ശരി വലിയൊരു ഹോപ്പോടെ കാണുന്നു. പക്ഷെ അതിലാണ് എന്റെ മൊത്തം മാറിയത്. ആ ഒരു പാട്ടിലാണ് ഫുള്ള് മാറിയത് അല്ലേ? ശരിക്കും പറഞ്ഞ ഈ ശ്രീറാമിന്റെ പോലത്തെ വോയിസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോഴുണ്ടല്ലോ, നമ്മളുടെ ഒരു യുണീക്നെസ് ഉണ്ടല്ലോ, നമ്മുടെ വോയിസിനുള്ള ആ ഒരു യുണീക്നെസ് അത് പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ അതുപോലെ അനുകരിച്ച് പാടിക്കഴിഞ്ഞ ആളുകൾ എന്ത് വിചാരിക്കും, അങ്ങനത്തെ ഉള്ള ഒരു തോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, കാരണം എല്ലാവരും സിദ് ശ്രീറാമിന്റെ വോയിസ് പോലെ ഉണ്ട്, വോയിസ് പോലെ. ഞാൻ ഇപ്പൊ പാടുമ്പോ ഞാൻ അങ്ങനെ ആക്കി പാടണോ, അങ്ങനെ ഒരു ആൾക്കാരിങ്ങനെ ചിന്തിക്കുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു മൈൻഡില്. പിന്നെ ഞാനത് വിട്ടു. ഞാൻ അങ്ങനെ ആക്കി പാടില്ല, പാടുമ്പോ അങ്ങനെ വരുന്ന. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആരോമലിന്റെ വോയിസേ അതുപോലെ സംസാരിക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു വോയിസിലാണ് ആരോമൽ സംസാരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോ കോളേജിലൊക്കെ ഇങ്ങനെ ആളുകൾ പാടുമ്പോൾ നേരിട്ടൊക്കെ വന്നിട്ട് ടീച്ചേഴ്സ് ഒക്കെ വന്ന് പറയാറുണ്ടോ പാട്ട് കണ്ടിന്യൂ ചെയ്യണം? ഇപ്പൊ എന്തായാലും മ്യൂസിക് സ്റ്റുഡന്റ് ആണ്, അതിന് മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിലൊക്കെ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ വലിയ ആക്റ്റീവ് അല്ലായിരുന്നു പാട്ടില്ല. ഞാൻ ലളിതഗാനം, നാടൻപാട്ട് ആ ഒരു ഏരിയയിലായിരുന്നു മെയിനായിട്ട് കളിച്ചോണ്ടിരുന്നത്. കോളേജിൽ വന്നതിന് ശേഷമാണ് ഒന്നുകൂടി ബെറ്റർ ആവാൻ തുടങ്ങിയ സോങ്. ഞാൻ അതുവരെ പാട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഈ ഒരു രീതിക്ക് ഇല്ലായിരുന്നു. കോളേജിൽ വന്നപ്പോൾ പിന്നെ സീനിയേഴ്സ് ആണെങ്കിലും എല്ലാവരും പാടാൻ പറയുമ്പോൾ പാട്ട് പാടിക്കൊടുത്ത് അങ്ങനെ കുറെ പാട്ട് അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ കോളേജിൽ പാടിക്കൊടുത്ത് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഒന്നുകൂടി ബെറ്റർ ആയി വന്നു, പിന്നെ ഇങ്ങനെയായി. ഞാൻ ഇങ്ങനെയായി ഇപ്പൊ പുതിയതായിട്ട് സ്വന്തമായിട്ട് ബാൻഡും കാര്യങ്ങളും ഒക്കെ ആയി. ഫ്രണ്ട്സ് കൂടിയാണോ നടത്തുന്നത്? അതെങ്ങനെയാ? ഫ്രണ്ട്സ് തന്നെ, ഒരാളെന്റെ സീനിയറാണ്, ബാക്കി ഫ്രണ്ട്സ്. ഇനി ഒരു പാട്ടും കൂടി, നാടൻ പാട്ട് പാടുന്നല്ലേ പറഞ്ഞത്? നാടൻ പാട്ട് ഒരു 2-3 വരി, 4-5-6 വരി. നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ ഒരു തോറ്റല്ല, ഞാൻ പാടിത്തരാം. താലാലും പൂലാലാലേ താലാലും പൂലാലേ താലാലും പൂലാലാലേ താലാലും പൂലാലേ താലാലും പൂലാലാലേ താലാലും പൂലാലേ താലാലും പൂലാലാലേ താലാലും പൂലാലേ ഒരു നറുക്കില ഒരു കൈത്തിരി 1000 പട തേരേറാം ഒരു നറുക്കില ഒരു കൈത്തിരി 1000 പട തേരേറാം തേരേ റാം തേരേ രമ്മേ അമ്മ ഭഗവതി തേരേ റാം തേരേ റാം തേരേ രമ്മേ അമ്മ ഭഗവതി തേരേ റാം. ഇതിങ്ങനെ 2 നിറക്കില 3 നിറക്കില 4 നിറക്കില അങ്ങനെ എണ്ണം വെച്ച് അങ്ങനെ പോകുന്നു. കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നോ സ്കൂളിലൊക്കെ? എന്തൊക്കെ പ്രൈസുകളാ കിട്ടിയിട്ടുള്ളത്?
പ്രൈസ് ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കുറവാ. ഏതൊക്കെ പ്രോഗ്രാംസിനൊക്കെ ആയിരുന്നു പങ്കെടുത്തത്? കലോത്സവം അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. കലോത്സവം, ലളിതഗാനം, നാടൻപാട്ട്, നാടകം, പിന്നെ അഭിനയിക്കും. രാമനാഥൻ അതും വശമുണ്ട്. ഞാൻ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ഒരു ടൈമില്. ആണോ? അപ്പൊ ഫിലിം ആ ഒരു റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ നോക്കാറുണ്ടോ? നോക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ രീതിക്ക് സോങ്ങിലേക്ക് ഇങ്ങനെ ഇറങ്ങി. സോങ്ങിലേക്ക് ഇറങ്ങി. അപ്പൊ ഈ ബാൻഡും കാര്യങ്ങളൊക്കെ പോകുമ്പോഴേക്കും എന്താ പറയാ, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താനായിട്ട് കിട്ടാറുണ്ട്. ഇപ്പൊ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വർക്ക്ഷോപ്സിനൊക്കെ പോവാറുണ്ടോ? അങ്ങനെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ അഭിനയിക്കും, അഭിനയിക്കും. പക്ഷെ ഇങ്ങനെ ഇതിനൊന്നും പോയിട്ടില്ല, അതിനായിട്ട് പോയിട്ടില്ല. നാടകത്തിന് ക്യാമ്പ്, നാടകത്തിന് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ അച്ഛനും അങ്ങനെയൊക്കെ കുറച്ച് അങ്ങനെ പോകും. അങ്ങനെ ഈ കോമ്പറ്റീഷൻസിന് പങ്കെടുത്തോണ്ടിരുന്ന സമയത്തല്ലേ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു പാട്ട് ഏതായിരുന്നു? ലളിതഗാനം അങ്ങനെ ഏതെങ്കിലും? അതുകൊണ്ട് അത് എനിക്ക് എൻ്റെ ഫേവറേറ്റ് സോങ്ങാണ്. നാദലയങ്ങൾ ചേർത്തു, താളമാലിക ചേർത്തു, പൊന്നും വയമ്പും നിറച്ചു, പുരന്ദരദാസൻ പ്രഭാവൻ. കണ്ണീർ പൂജിക്കുക, നീ വളർന്നിടുക, ചൊല്ലി അവളുടെ കാതിൽ. താതൻ്റെ തെരുവിലെ തമ്പുരു കേട്ടും ഭജനാമൃതങ്ങളറിഞ്ഞും പിച്ചവച്ചവൾ മെല്ലെ നടന്നു. ദക്ഷിണ ഭാരത സംഗീതം, സംഗീതം, സംഗീതം. അടിപൊളി. ഇതിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്? ഇതിനാണ് കിട്ടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലളിതഗാനാണ്. ഇപ്പൊ കൊച്ചിലെ മുതലേ പാടുമായിരുന്നു? ഞാൻ ഒരു 3ാം ക്ലാസ് തൊട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. കർണാട്ടിക്കോ? കർണാട്ടിക്. വീട്ടിലാരെങ്കിലും പാടും? വീട്ടിൽ അച്ഛൻ നാടൻ പാട്ടിന്റെ ആളാണ്. ശരി. വീട്ടില് എല്ലാരും പാടും. അമ്മ പാടും, അനിയത്തി പാടും. പക്ഷെ ഇങ്ങനെ പുറത്തേക്ക് അല്ലാതെ ഇറങ്ങൂല പാട്ടും കൊണ്ടാണ്. ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് എന്താ പറയാ വ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോ വീട്ടുകാരൊക്കെ എന്താ പറയാ? കാണാറുണ്ടോ അവര് വീഡിയോസ്? ഞാൻ കാണാൻ വേണ്ടിട്ട് അച്ഛന്റെ ഫോണില് അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പുതിയ വീഡിയോ അപ്പ കാണും, അപ്പൊ വിളിക്കും. കേൾക്കാനെന്ന് പറയും. ആരോമല് എവിടെയാ പഠിക്കുന്നതൊക്കെ? അച്ഛനും അമ്മയൊക്കെ വേറെ സ്ഥലത്താ? ഞാനിവിടെ പാലക്കാട് കോളേജിലാണ്, ഹോസ്റ്റലിലാണ്. ഇപ്പോൾ വീട് മലപ്പുറമാണ്. മലപ്പുറം കറക്റ്റ് പ്ലേസ് അരീക്കോടാണ്. അവിടെ പിന്നെ മ്യൂസിക് ഇവിടെ പാലക്കാട് ചെമ്പയും ചിറ്റൂരും മാത്രമേ ഉള്ളൂ. ചിറ്റൂര് കിട്ടിയപ്പോ വന്നു. ഒരു പാട്ടും കൂടി പാടാം. ഇന്ന് ഞാൻ കൊറേ പാട്ട് കേട്ടിട്ട് വിടും. ഇഷ്ടംപോലെ പാടിത്തരാം. എനിക്ക് ഇഷ്ടമുള്ള വേറെ സോങ് ഉണ്ട്, കണ്ണാനെ കണ്ണൻ. എന്റെ ഫേവറേറ്റ് സിദ്ദിന്റെ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സോങ്ങാണ് കണ്ണാനെ കണ്ണൻ. അലക്കടലിൽ നടുവേ അലന്തിടവാത്തനിയെ படையனவே உன்னையே பார்த்தேன் கண்ணே, புதை மணலில் விழுந்து புதைந்திடவே இருந்தேன், ஒரு நகையாயிருந்து மீட்டாய் என்னே. விண்ணோடும் மண்ணோடும் வாழும் பெருஞ்சல் மனதோறும் கண்பட்டு நூல் விட்டு போகும் என ஏதோ மயில் உன்னை பார்க்கிறே, மழையாகி ஆடிரே. இந்த உற்சாகம் போது சாக தோன்றும் இதே வினாடி. கண்ணானே கண்ணே கண்ணானே கண்ணே என் மீதே சாயவா, புண்ணான நெஞ்சை பொன்னான கையால் பூ போல நீவாவா. நீ தூங்கும் போது உன்னெற்றி மீது முத்தங்கள் வைக்கணும், போர்வைகள் போர்த்தி போகாமல் தாழ்த்தி நான் காவல் காக்கணும். எல்லோரும் தூங்கும் நேரம் நானும் நீயும் மௌனத்தில் பேசணும். ஆராரிராரோ ராரோ ராரோ ஆராரிராரோ ஆராரிராரோ ராரோ ராரோ ஆராரிராரோ.
ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ. താങ്ക് യു. ഇപ്പോ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ആരോമലിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഏറ്റവും മനസ്സിൽ തട്ടിയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറി ഷെയറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഓർത്ത് വെക്കുന്നുണ്ടോ? സ്റ്റോറി അല്ല, എന്റെ ഭാഗത്ത് സിദ് ശ്രീറാം കമന്റ് ഇട്ടുണ്ട്. അത് ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല ഞാന്. ആണോ? ഏത് വീഡിയോ ഒക്കെ ആയിരുന്നു കമന്റ്? അത് ഇതിന് പോറവേ ഈ ഒരു സോങ്ങിന് ആയിരുന്നു അല്ലേ? ഇപ്പൊ ഈ പാടി അല്ലല്ല പോറവേ പോർവേ ആ ഒരു സോങ്ങും കൂടെ ഒന്ന് പാടും. അയ്യോ റെസ്റ്റ് കൊടുത്തിട്ടില്ല. ആള് കമന്റ് ചെയ്തപ്പോഴേക്കും എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? അയ്യോ എന്താ പറയാ, വേറൊന്നും പിന്നെ കിട്ടാനില്ല അത്രയ്ക്കും. ആളെന്നെ കമന്റ് ഇടാം. എന്റെ ഫേവറേറ്റ് സിംഗർ ആണ് ആള്. പിന്നെ ആള് കമന്റ് ഇടാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. വേറെ ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പൊ ആളുകളൊക്കെ എന്താ പറഞ്ഞത്? അത് ഞാനല്ല കണ്ടത് കമന്റ് ഇട്ടത്, എന്റെ വേറൊരു ഫ്രണ്ടാണ് കണ്ടത്. ആള് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു. എടാ നിന്റെ വീഡിയോ ഒക്കെ ഇടയിൽ കമന്റ് ഇട്ട് കയറും. ഞാൻ എന്റെ ഇല്ല അങ്ങനെ ഉണ്ടാവില്ല. ഞാന് വീഡിയോ എടുത്തു, അതിനെ ഫസ്റ്റ് കണ്ടു. അയ്യോ 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 ഞാന് അന്ന് ഉറങ്ങിയിട്ടില്ല, ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല. ഞാൻ 2, 3, 4 മണി വരെ ഞാൻ അതിന്റെ ഒരു ഇതിൽ റൂമിൽ കിടന്ന് ഓടി കളിക്കുന്നു. ഞാൻ ആരൊക്കെ വിളിച്ചു, ഞാൻ ഉറങ്ങി കിടക്കുന്ന ആൾക്കാരെ വിളിച്ച് എടാ എന്റെ വീടിന് സിദ്ധ് കമന്റ് ഇട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നു ആ ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് സിദ് ശ്രീറാം കമന്റ് ഇട്ട ആ ഒരു സോങ് ആ പാടിയ വാന്തന പാടാം. ഓക്കെ. மாற்றங்களதையும் தூரங்களிதையும் என் சிறிதயம் பழகுதடி, நீயற்ற இரவு வீட்டுக்குள் துறவு ஏன் இந்த உறவு விலகுதடி, இது நிலை இல்லை வெறும் மலை என்றா, இது மலை இல்லை சிறுமழை என்றா, இந்த நொடிகள் கனவே எனவே உறவே சத்தமிட்டு சொல்லிவிட்டு முத்தமிட்டு தள்ளிவிட்டு போ உறவே, என்னை மறந்து நீ உந்தன் கனவுகள் துரத்தியே போ உறவே, சிறகணிந்து நீ உந்தன் கலங்களை உதறியே போ உறவே, என்னை மறந்து நீ உந்தன் கனவுகள் துரத்தியே போ ഉറവേ, ചിറകണിന്ത് നീ ഉന്തൻ കണങ്ങളെ ഉതറിയേ. ചില പോർഷനൊക്കെ കേൾക്കുമ്പോഴല്ലേ കറക്റ്റ് ആളുടെ വോയിസ് പോലെ തന്നെ തോന്നും. നമ്മൾ കണ്ണടച്ച് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചില പോർഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഒറിജിനൽ ഓഡിയോ പോലെ തന്നെ ഇരിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ. വെച്ചാൽ അങ്ങനെയൊക്കെ റെയർ ആയിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ആരെങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കുറെ ആൾക്കാർ പറഞ്ഞു. എനിക്ക് കുറെ ആൾക്കാർ മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എന്റെ റിംഗ് ടോൺ നിന്റെ സോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അയ്യോ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. പണ്ടൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോഴാണെങ്കിൽ ഇതൊന്നും ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യും എന്നുള്ളത് പണ്ടൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ റിംഗ് ടോൺ ഒക്കെ ആരെങ്കിലും ഒക്കെ വോയിസ് ഒക്കെ അയക്കുന്നതൊക്കെ നമ്മൾ റിംഗ് ടോൺ ആക്കിയൊക്കെ ഇടാം. അപ്പൊ അത്രയും സ്പെഷ്യൽ ആണെങ്കിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞിടാ. അതിനുള്ള ഒരു ഭാഗ്യം ശരിക്കും പറഞ്ഞാൽ ആരോമലിന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ ആരോമൽ എന്താ തിരിച്ചു പറയാ? ഞാനെന്താ പറയാ, ഞാൻ ഹാപ്പിയാണ്. ഞാൻ താങ്ക് യു പറയും, കൊറേ താങ്ക് യു പറയും. എന്താ പറയണ്ട അറിയില്ല, കാരണം അത്രയ്ക്ക് ഒരു ഇതിലിങ്ങനെ നിൽക്കുകയല്ലേ. അപ്പൊ എന്താ